മാണി സാറിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. അഞ്ചു പതിറ്റാണ്ടിലേറെ കേരളത്തിന്റെ രാഷ്ട്രീയ തറവാട്ടിൽ കാരണവരായി നിറഞ്ഞു നിന്ന KM മാണി നാടിന്റെ മുഴുവൻ ആദരം ഏറ്റുവാങ്ങി മടങ്ങി. ജീവിതകാലം അത്രയും മുട്ടുകുത്തി പ്രാർത്ഥിച്ച പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ കരിങ്കോഴയ്ക്കൽ മാണിക്ക് നിത്യനിദ്ര. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി എന്നും നാട്ടുകാർ എത്തിയിരുന്ന കരിങ്ങോഴയ്ക്കൽ വീടിന്റെ മുറ്റത്ത് മാണിസാർ നിശ്ചലനായി കിടന്നു. പ്രാർത്ഥനകൾക്കും വിലാപങ്ങൾക്കും നടുവിലൂടെ വരിയായി ഒഴുകിയ പ്രിയ നാട്ടുകാർക്ക് ജനനേതാവിന്റെ അന്ത്യദർശനം. മീനച്ചിൽ തീരത്തെ പാലായുടെ കൈവഴികളിലൂടെ ഇനി ഒരിക്കലും മാണിസാർ നിറഞ്ഞ ചിരിയും കുശലവുമായി എത്തില്ല. അതറിയുന്ന ജനം ഊഴിനുള്ളിയിട്ടാൽ താഴാത്ത വിധം റോഡിന്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു കാത്തുനിന്നു. 1964 മുതൽ 13 തെരഞ്ഞെടുപ്പുകളിൽ മാണി വിജയാരവ മുഴക്കി നീങ്ങിയ അതേ വഴിത്താരകളിൽ ഇത്തവണ കണ്ണീർപ്പൂക്കൾ. ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകളിലും KM മാണി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന പാലാ സെന്റ് തോമസ് കത്തീഡ്രലിൽ നേതാവിന്റെ അവസാന വിശ്രമം. കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ അന്തിമ ചടങ്ങുകൾ. രണ്ടില കൊണ്ട് ഒരു വൻമരമായി മാറിയ ജനകീയ രാഷ്ട്രീയ നേതാവിനെ ജനലക്ഷങ്ങൾ യാത്രയാക്കി. ജീവിതത്തിൽ അധികമൊന്നും വിശ്രമിച്ചിട്ടില്ലാത്ത KM മാണിക്ക് ഈ സെമിത്തേരിയിൽ നിത്യനിദ്ര. മാണി മറഞ്ഞു. മായാത്ത ജനകീയ രാഷ്ട്രീയത്തിന്റെ പാഠങ്ങൾ ബാക്കി വെച്ച്. ശ്യാം ദേവരാജനും MS അനീഷ് കുമാറിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 പാല. ആദ്യഘട്ടം വിധിയെഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങൾ വിധിയെഴുതി. 4 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എവിടേക്കായിരുന്നു വോട്ടെടുപ്പ്? എല്ലായിടത്തും സമാധാനപരമായിരുന്നില്ല. വിവരങ്ങൾ. ധന്യ, 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് പൂർത്തിയായത്. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നു. അസം ഒഴികെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയായി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന ആന്ധ്രാപ്രദേശിൽ വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടായത്. അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയുണ്ടായി. ഒഡീഷയിൽ ആദ്യഘട്ടത്തിലെ 28 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു പോളിംഗ്. സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ബൂത്തുകളിൽ രാവിലെ 8 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, VK സിംഗ്, കിരൺ റിജിജു, മഹേഷ് ശർമ്മ, ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത റാവു, കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ തുടങ്ങി പ്രമുഖർ ഇന്ന് ജനവിധി തേടുകയും ചെയ്തു. പോളിംഗ് ശതമാന കണക്കുകൾ, കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാത്രമാണ് ലഭിക്കുക. അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രാഥമികമായ കണക്കുകൾ പുറത്തുവിടുകയും ചെയ്യും. എങ്കിലും ത്രിപുരയിൽ ഇപ്പോൾ കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. 80% മുകളിലേക്ക് ആ വോട്ടിംഗ് ശതമാനം എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മണിപ്പൂരിലും നല്ല പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 78% മണിപ്പൂരിലെ പോളിംഗ്. അസമിൽ 68%, ലക്ഷദ്വീപിൽ 65% പോളിംഗ് രേഖപ്പെടുത്തി. ബീഹാറിൽ 50% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തെലങ്കാനയിൽ 60%, മേഘാലയയിൽ 62%, ഉത്തർപ്രദേശിൽ 59% എന്നിങ്ങനെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. തീർച്ചയായും 18 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ശതമാന കണക്കുകൾ വരുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. തന്നെയാണ്.
ശരി അഭിലാഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട പോളിംഗ് പൂർത്തിയായി. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന ആന്ധ്രാപ്രദേശിൽ വ്യാപകാക്രമം. സംഘർഷത്തിൽ 2 പേർ മരിച്ചു. ഗുണ്ടകലിൽ വോട്ടിംഗ് യന്ത്രം തകർത്ത ജനസേന പാർട്ടി സ്ഥാനാർത്ഥി മധുസൂദൻ ഗുപ്തയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായ ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് TDP ആവശ്യപ്പെട്ടു. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് ഒഡീഷയിൽ 15 ബൂത്തുകളിൽ ആരും വോട്ട് ചെയ്യാനെത്തിയില്ല. ആന്ധ്രാപ്രദേശിൽ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ സംഘർഷവും തുടങ്ങി. അനന്ത്പൂരിലെ മീരാപുരം ഗ്രാമത്തിൽ TDP YSR കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നിരവധിയിടങ്ങളിൽ ഏറ്റുമുട്ടി. പോളിംഗ് ബൂത്തിനകത്തുവെച്ചും ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. TDP പ്രവർത്തകനായ സിദ്ധഭാസ്കർ, YSR കോൺഗ്രസ് പ്രവർത്തകൻ പുള്ളറെഡ്ഡി എന്നിവരാണ് മരിച്ചത്. ഗുണ്ടൂരിലും TDP YSR പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ജമ്മാലഗുഡിയിൽ ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായി. ഇവിടെ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കടപ്പിയിൽ TDP പ്രവർത്തകർ ബൂത്ത് പിടിച്ചെടുത്തു. ഗുണ്ടകൽ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി തന്നെ വോട്ടിംഗ് യന്ത്രം നിലത്തെറിഞ്ഞ് തകർത്തു. വോട്ടിംഗ് യന്ത്രം പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥി മധുസൂദൻ ഗുപ്തയാണ് വോട്ടിംഗ് യന്ത്രം തകർത്തത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരിമറി ആരോപിച്ച TDP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പശ്ചിമ ബംഗാളിലെ കുച്ച്ബിഹാറിലും അലിപുർദ്വാറിലും തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ത്രിപുരയിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ഉത്തർപ്രദേശിലെ കൈരാനിയിൽ BJP നേതാവ് ബൂത്ത് പിടിക്കാൻ ശ്രമം നടത്തിയതിനെ തുടർന്ന് CRPF ആകാശത്തേക്ക് വെടിയുതിർത്തു. വോട്ടിംഗ് മെഷീനുകളിലെ തകരാറിനെ തുടർന്ന് 48 ബൂത്തുകളിൽ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. മാവോയിസ്റ്റ് മേഖലയായ ഛത്തീസ്ഗഡിലെ ബസ്തറിലും വിഘടനവാദികളുടെ ഭീഷണി നിലനിൽക്കുന്ന ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ന്യൂസ് 18 ഡൽഹി. നരേന്ദ്രമോദിക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ ജനം നൽകുമെന്ന് സോണിയാഗാന്ധി. 2004 തെരഞ്ഞെടുപ്പ് തോൽവി BJP മറക്കരുതെന്നും സോണിയ പറഞ്ഞു. റായ്ബറേലിയിൽ പത്രിക സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സോണിയ. രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഇന്ന് പത്രിക നൽകി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് ശേഷമാണ് സോണിയാഗാന്ധി പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവർ സോണിയയെ അനുഗമിച്ചു. നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിന് ഇന്ത്യൻ ജനത മറുപടി നൽകുമെന്ന് പത്രിക സമർപ്പിച്ച ശേഷം സോണിയ. അഴിമതിയെക്കുറിച്ചുള്ള തുറന്ന സംവാദത്തിന് വീണ്ടും നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും പത്രിക നൽകി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുതിർന്ന BJP നേതാക്കളും അനുഗമിച്ചു. नवनिर्माण के संदर्भ में कोई विजन हो जो नरेंद्र मोदी जी ने, भारतीय जनता पार्टी ने राष्ट्र के सम्मुख प्रस्तुत की. ഗൗരിഗഞ്ചിലെ ക്ഷേത്രത്തിൽ ഭർത്താവിനൊപ്പം പ്രത്യേക പൂജ നടത്തിയ ശേഷമാണ് സ്മൃതി പത്രിക സമർപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയുമുണ്ടായി. മെയ് 6 5ാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടിംഗ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന ആരോപണം നിഷേധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രാഹുലിന് മേൽ പതിച്ച പച്ച വെളിച്ചം AICC ക്യാമറാമാന്റെ മൊബൈൽ ഫോണിൽ നിന്നുള്ളതാണെന്ന് SPG അറിയിച്ചു. സുരക്ഷയിൽ ആശങ്കയറിയിച്ച കോൺഗ്രസ് നേതാക്കൾ നൽകിയെന്ന പേരിൽ പ്രചരിക്കുന്ന കത്തുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ചയെന്നാരോപിച്ച് പുറത്തുവന്ന വീഡിയോ ഇതാണ്. രാഹുലിന്റെ തലയിലും ചെവിക്ക് മുകളിലും 7 തവണകളായി പച്ച വെളിച്ചം പതിക്കുന്നത് കാണാം. ഇന്നലെ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴായിരുന്നു സംഭവം. പച്ച വെളിച്ചം ഒളിത്തോക്കിൽ നിന്നുള്ള ലേസർ രശ്മികളാണെന്ന സംശയമുന്നയിച്ച് കോൺഗ്രസ് നേതാക്കളുടെ പേരിലുള്ള കത്തും പുറത്തുവന്നു. കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പട്ടേൽ, ജയറാം രമേശ്, രൺദീപ് സുർജേവാല എന്നിവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നൽകിയതാണ് കത്തെന്നായിരുന്നു പ്രചാരണം. എന്നാൽ ഇങ്ങനെയൊരു കത്ത് ലഭിച്ചിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വീഡിയോയിൽ കാണുന്ന പച്ച വെളിച്ചം AICC ഫോട്ടോഗ്രാഫറുടെ മൊബൈൽ ഫോണിൽ നിന്നുള്ളതാണ്. സുരക്ഷാ ഭീഷണിയില്ലെന്ന് SPGയും സ്ഥിരീകരിച്ചു. ആഭ്യന്തരമന്ത്രിക്ക് കോൺഗ്രസ് കത്തയച്ചിട്ടില്ലെന്നായിരുന്നു പിന്നീട് കോൺഗ്രസ് വക്താവ് अभिषेक सिंघवी प्रतिकरण। कांग्रेस ने कोई चिट्ठी नहीं लिखी, लेकिन हमारे बोलने से ज़्यादा ज़रूरी है, आपने पहला वाक्य शायद सुना नहीं, मिनिस्ट्री ऑफ होम अफेयर्स का जो सरकार चलाती है,
उसमें लिखा है MHA has not received any letter regarding the alleged breach in security of Congress president. That's all. मैं भी तो ये कह रहा हूँ. പ്രചരിക്കുന്ന കത്ത് വ്യാജമാണെന്നോ കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ കത്ത് പ്രചരിപ്പിച്ചതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നോ AICC വ്യക്തമാക്കിയിട്ടില്ലെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 ഡൽഹി. UDF-നെ പ്രതിസന്ധിയിലാക്കി പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പരാതികൾ. ശശി തരൂർ, MK രാഘവൻ, K മുരളീധരൻ എന്നിവരാണ് നേതൃത്വത്തിന് പരാതി നൽകിയത്. പാലക്കാട്ടെ VK ശ്രീകണ്ഠനെതിരെ ജില്ലാ നേതാക്കളും പരാതി നൽകി. മണ്ഡലത്തിൽ സ്വാധീനമുള്ള പ്രമുഖ നേതാക്കൾ വിട്ടുനിൽക്കുന്നതും പ്രാദേശിക തലത്തിൽ പ്രവർത്തനം നടക്കാത്തതുമാണ് പരാതിക്ക് പിന്നിൽ. ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നും പരാതി നൽകിയെന്നത് BJP പ്രചാരണമാണെന്നുമാണ് ശശി തരൂരിന്റെ വിശദീകരണം. തിരുവനന്തപുരത്ത് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടെന്ന പരാതി പ്രചരണത്തിന്റെ തുടക്കം മുതലേ ഉയർന്നതാണ്. പ്രവർത്തനത്തിലെ പാളിച്ചകൾ തരൂർ തന്നെ KPCC അധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജില്ലയിൽ നിന്നുള്ള പ്രധാന നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയെങ്കിലും താഴെത്തട്ടിൽ പ്രചരണം ഇനിയും ഊർജ്ജസ്വലമായിട്ടില്ല. പരാതി നൽകിയെന്ന വാർത്ത DCC അധ്യക്ഷൻ നെയ്യാറ്റിങ്കര സനിലും VS ശിവകുമാർ MLA-യും തള്ളുന്നു. ഇത് BJP-യെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു സംഘടിതമായ ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർ വിളിക്കുന്നത് പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഒരു നേതാവും അങ്ങനെ മാറി നിന്നിട്ടില്ല, ഒരിടത്തും മാറുന്നില്ല. കാരണം ഇത് ഞങ്ങളുടെ ജീവൻ വരെ പോരാട്ടമാണത്. ആർക്കും പരാതി നൽകിയിട്ടില്ലെന്നും ജില്ലയിലെ പ്രവർത്തകരെല്ലാം ഊർജ്ജസ്വലരായി പ്രചരണ രംഗത്താണെന്നും ശശി തരൂർ പറഞ്ഞു. ഞാൻ ഒഫീഷ്യൽ പരാതി കൊടുത്തു AICC-ക്ക്, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഒന്നാം കാര്യം, എനിക്ക് പരാതി കൊടുക്കാൻ കൂടി സമയമില്ലാത്തൊരു സമയമാണ്. പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പരാതി ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ് സംസ്ഥാന നേതൃത്വം. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. പ്രചാരണ രംഗത്ത് വീഴ്ചയുണ്ടെന്നാണ് കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ പരാതി. പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ ജില്ലാ നേതാക്കളാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. വടകരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത വന്നപ്പോൾ ഉണ്ടായ ആവേശം പിന്നീടില്ലെന്നാണ് K മുരളീധരന്റെ പരാതി. K മുരളീധരൻ പ്രചാരണത്തോട് വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കും പരാതിയുണ്ട്. ഒളിക്യാമറ വിവാദമുണ്ടാക്കിയ പരിക്ക് പരിഹരിക്കാൻ നേതാക്കളുടെ ഇടപെടലുണ്ടാവുന്നില്ലെന്നാണ് MK രാഘവന്റെ പരാതി. മണ്ഡലത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് T സിദ്ദീഖിന്റെ മറുപടി. ഞങ്ങളുടെ പ്രവർത്തകന്മാരൊക്കെ സമ്പൂർണ്ണമായി ഫീൽഡിലുണ്ട്. എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ UDF നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. അലംഭാവം കാണിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. പാലക്കാട് DCC പ്രസിഡന്റ് കൂടിയാണ് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ ജില്ലാ നേതാക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തുന്നില്ലെന്നാണ് മറ്റു നേതാക്കളുടെ പരാതി. ഏപ്രിൽ 8-ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജില്ലയിലെ UDF നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ പ്രചാരണത്തിനെത്തിയ രമേശ് ചെന്നിത്തലയും വിഷയം ചർച്ച ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ലണ്ടനിൽ അറസ്റ്റിൽ. 7 വർഷമായി താമസിക്കുന്ന ഇക്വഡോറിൽ എംബസിയിൽ നിന്നാണ് ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അസാഞ്ചിന് നൽകിയിരിക്കുന്ന രാഷ്ട്രീയ അഭയം ഇക്വഡോർ പിൻവലിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. വിക്കിലീക്സിലൂടെ അമേരിക്കയുടെ ആയിരക്കണക്കിന് യുദ്ധ രഹസ്യരേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് 2006 മുതൽ ജൂലിയൻ അസാഞ്ച് ലോകത്തെ ഞെട്ടിച്ചത്. രാജ്യസുരക്ഷ അപകടത്തിലാക്കിയ അസാഞ്ചിന് വധശിക്ഷ നൽകണമെന്നുവരെ ആവശ്യമുയർന്നു. എന്നാൽ അമേരിക്കയുടെ ക്രൂരതകളും ഒളിച്ചുകളികളും വെളിപ്പെടുത്തിയ അസാഞ്ചിന് അനുകൂലമായും ലോകമെങ്ങും വാദമുയർന്നു. ജീവൻ തന്നെ അപകടത്തിലായതോടെ അസാഞ്ച് ബ്രിട്ടനിൽ കീഴടങ്ങി ജാമ്യം നേടി. ഇതിനിടെ സ്വീഡനിൽ ലൈംഗിക പീഡന കേസിലും അസാഞ്ച് പ്രതിയായി. ഓസ്ട്രേലിയൻ പൗരനായ അസാഞ്ച് പിന്നീട് ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ അഭയം തേടി. സ്വീഡന് വിട്ടു നൽകിയാൽ അമേരിക്കയ്ക്ക് കൈമാറുമെന്നും അതിനാൽ അഭയം നൽകണമെന്നുമുള്ള അസാഞ്ചിന്റെ അപേക്ഷ ഇക്വഡോർ സ്വീകരിക്കുകയായിരുന്നു. 7 വർഷം നീണ്ട ഈ രാഷ്ട്രീയ അഭയമാണ് ഇപ്പോൾ ഇക്വഡോർ പിൻവലിച്ചിരിക്കുന്നത്. തീരുമാനത്തിന് പിന്നിൽ അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടെന്നും ആരോപണമുണ്ട്. രാഷ്ട്രീയ അഭയത്തിന്റെ നിബന്ധനകൾ അസാഞ്ച് ലംഘിച്ചതിനാലാണ് നടപടിയെന്ന് ഇക്വഡോർ പ്രസിഡന്റ് ലെനിൻ മൊറാനോ പറഞ്ഞു. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ കോടതിയിൽ ഹാജരാക്കുന്ന അസാഞ്ചിനെ സ്വീഡന് കൈമാറുമെന്ന് റിപ്പോർട്ടുണ്ട്. രാഷ്ട്രങ്ങൾ മറച്ചുവെക്കാൻ ആഗ്രഹിച്ച വലിയ രഹസ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ ജൂലിയൻ അസാഞ്ചിന്റെ ഭാവി എന്താകുമെന്ന് വൈകാതെ അറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും സൂര്യതാപം വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസം 4 ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലാകും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്.
വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകളിലും ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 3 ദിവസം ചൂട് ഇതേ നിലയിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ശനിയാഴ്ചയാകും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യത. സംസ്ഥാനത്ത് സൂര്യാതപ മുന്നറിയിപ്പ് തുടരും. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അവധിക്കാല വിനോദസഞ്ചാര യാത്രകൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ പൂരത്തിന് ആചാരപ്രകാരം വെടിക്കെട്ട് നടത്താൻ സുപ്രീംകോടതിയുടെ അനുമതി. ഉപയോഗിക്കുന്ന പടക്കങ്ങൾക്കും സമയത്തിനും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കോടതി ഇളവ് നൽകി. എന്നാൽ പടക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയുടെ അനുമതി വേണം. ഇളവ് നൽകണമെന്ന ദേവസ്വങ്ങളുടെ ആവശ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുണച്ചു. തൃശൂർ പൂരത്തിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് പൂരപ്രേമികൾക്ക് ആശ്വാസമായ സുപ്രീം കോടതി വിധി. പൂരത്തിന് ആചാരപ്രകാരം തന്നെ വെടിക്കെട്ട് നടത്താനാണ് കോടതിയുടെ അനുമതി. ഇതോടെ വെടിക്കെട്ടിന്റെ സമയ നിയന്ത്രണം ഇല്ലാതായി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട് എന്നിവ പഴയതുപോലെ തന്നെ നടക്കും. ഗുണ്ട്, ഓലപ്പടക്കം, അമിട്ട്, കുഴിമിന്നൽ എന്നിവയ്ക്കും ബേരിയം ഉപയോഗിച്ചുള്ള പടക്കങ്ങൾക്കും അനുമതി നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ കോടതി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചില്ല. എന്നാൽ ഉപയോഗിക്കുന്ന പടക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയായ പെസോയുടെ അനുമതി വേണമെന്നാണ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് മുന്നോട്ട് വെച്ച നിബന്ധന. 2018 ഒക്ടോബറിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച പടക്ക നിയന്ത്രണ ഉത്തരവിൽ ഇളവുകൾ ആവശ്യപ്പെട്ട് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളാണ് കോടതിയെ സമീപിച്ചത്. ക്ഷേത്രാചാരങ്ങൾക്ക് ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യത്തെ പിന്തുണച്ച് കോടതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാദം. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത ഹരിത പടക്കങ്ങളുടെ രാസഘടനയ്ക്ക് മെയ് 15-ാം തീയതിക്കകം അനുമതി നൽകണമെന്നും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ന്യൂസ് 18 ഡൽഹി. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധയിലെത്തിയ സമയത്ത് വാസസ്ഥലം പോലും നഷ്ടമായി 100 കണക്കിന് ഗോത്ര കുടുംബങ്ങൾ. വനഭൂമിയിൽ നിന്ന് മനുഷ്യരെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധിയോടെ സംസ്ഥാനത്ത് കിടപ്പാടം നഷ്ടപ്പെടുന്നത് 865 ഗോത്ര കുടുംബങ്ങൾക്കാണ്. വയനാട്ടിലെ കാട്ടുനായ്ക്കര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കാണ് സ്വന്തം ആവാസ സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ കുറിച്ചാട് കൊമ്പൻമൂലയിൽ മറ്റൊരിടം കാണാനാവാതെ കഴിയുന്ന കാട്ടുനായ്ക്ക കുടുംബങ്ങളാണ് ഇത്. ഇവിടം വിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഇവർക്കറിയില്ല. നമ്മൾ ഭാഗത്തില്ല, പിന്നെ വരാണെങ്കിൽ കർക്കടമാസം വന്നു കാര്യം സാധനം മേടിക്കുന്ന. നൂറ്റാണ്ടുകളായി വനങ്ങൾക്കുള്ളിൽ ജീവിച്ചു പോന്നിരുന്ന ഗോത്ര വിഭാഗങ്ങൾക്കാണ് ഇപ്പോൾ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലായത്. വനാന്തര ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് വന്നതോടെയാണ് കിടപ്പാടവും ആവാസ വ്യവസ്ഥയും നഷ്ടമായത്. വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ഇത് അവകാശം കിട്ടും വേണം. സുപ്രീം കോടതി നിയമപ്രകാരം ഇവരെല്ലാം കാട്ടുന്നു പോകുകയും വേണം. അപ്പോൾ ഇവരിനി എന്ത് ചെയ്യും? ആര് ഇവരെ നോക്കും? ഈ അവസ്ഥയിൽ ഇപ്പോൾ കടലിലും താഞ്ചി നടുക്കായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള നഷ്ടപരിഹാര തുകയും പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് 18 വയനാട്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ബിജെപിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച ബിഎസ്പി അധ്യക്ഷ മായാവതി. ഇരു പാർട്ടികളും ഒരേ നയം ഉയർത്തിയാണ് മുന്നോട്ടു പോകുന്നതെന്ന് മായാവതി ആരോപിച്ചു. കാലങ്ങളോളം കോൺഗ്രസ് ഭരിച്ചിട്ടും ഇപ്പോൾ ബിജെപി ഭരണത്തിലും പിന്നോക്ക വിഭാഗക്കാർക്കുൾപ്പെടെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അധികാരത്തിലെത്തിയാൽ പാവങ്ങൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കു വേണ്ടിയും പ്രവർത്തിക്കുമെന്നും മായാവതി പറഞ്ഞു. കേരളത്തിലെ ബിഎസ്പി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മായാവതി. बीजेपी व अन्य और पार्टियों के हाथों में ही केंद्रित रही है, लेकिन यहाँ खास ध्यान देने की बात यह है कि कांग्रेस पार्टी के केंद्र में व अधिकतर राज्यों में भी लंबे अरसे तक गए शासनकाल में इनकी अधिकांश रही गलत नीतियों व गलत कार्य प्रणाली की वजह से ही फिर इस पार्टी को केंद्र यहाँ आपके केरल स्टेट में भी अन्य राज्यों में भी सत्ता से बाहर होना पड़ा है. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ LDFന്റെ വമ്പൻ റോഡ് ഷോ. 4 മന്ത്രിമാരാണ് ശക്തി പ്രകടനത്തിൽ പങ്കെടുത്തത്.
ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കരുത്തനായ സാരഥി സഖാവ് സുനീറിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷി. വയനാട് മണ്ഡലത്തിൽ പി സുനീറിന്റെ പ്രചരണത്തിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗത്തോട് അനുബന്ധിച്ചായിരുന്നു റോഡ് ഷോ. പെട്ടെന്ന് തീരുമാനിച്ചതാണെങ്കിലും 1,00,000 ലക്ഷത്തോളം പേർ കൽപ്പറ്റയുടെ തെരുവിൽ അണിനിരന്നു. മന്ത്രിമാരായ കെ ശൈലജ, എം മണി, VS സുനിൽകുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. വിജയപ്പം പരിസരം മുതൽ മുനിസിപ്പൽ ഓഫീസ് വരെ 1.5 കിലോമീറ്ററായിരുന്നു റോഡ് ഷോ. കാര്യമായ മുന്നൊരുക്കങ്ങളില്ലെങ്കിലും വലിയ ജനപങ്കാളിത്തം റോഡ് ഷോയിൽ പ്രകടമായി. LDFന്റെ ശക്തി പ്രകടനം തന്നെയായിരുന്നു കൽപ്പറ്റയിലെ റോഡ് ഷോ. ക്യാമറമാൻ ഷാഫിക്കൊപ്പം മനോഭരത്, ന്യൂസ് 18 വയനാട്. പാലക്കാട് LDF സ്ഥാനാർത്ഥി MP രാജേഷിന്റെ വാഹന പ്രചാരണ ജാഥയ്ക്കിടെ സ്കൂട്ടറിൽ നിന്ന് വീണ ആയുധം വടിവാളല്ലെന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മടവാളാണിതെന്നും ജാഥയിൽ പങ്കെടുക്കാനെത്തിയ കർഷകന്റെ വാഹനത്തിൽ നിന്നാണ് ആയുധം വീണതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് DGPക്ക് കൈമാറി. ലൂക്കറിന്റെ പുതുനിര ഉൽപ്പന്നമായ ലൂക്കർ സീലിംഗ് ഫാൻ പുറത്തിറക്കി. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ സൗത്ത് വെസ്റ്റ് വിപണികളിലായിരിക്കും എത്തുക. കുറച്ചു മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ഫാനുകളാണിവ. കസ്റ്റമേഴ്സിനായി ഡോർ ടു ഡോർ സെയിൽ സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.